അധികം ആരും കേൾക്കാത്ത ഒരു ചെസ് ജീനിയസ് ആയിരുന്നു അലക്സാണ്ടർ ശശിൻ എന്ന് പറഞ്ഞ പ്ലെയർ. ഇവിടെ അലക്സാണ്ടർ ശശിനും വിക്ടർ കോർച്ച്നോയും തമ്മിലാണ് ഈ ഒരു തീപ്പൊരി ചെസ് ഗെയിം നടക്കുന്നത്. ഇവിടെ അലക്സാണ്ടർ ശശിനാണ് വൈറ്റ് കളിക്കുന്നത്, വിക്ടർ കോർച്ച്നോയാണ് ബ്ലാക്ക് കളിക്കുന്നത്. വളരെ ക്രിയേറ്റീവ് ഉള്ള അറ്റാക്കിംഗ് ജീനിയസുകളാണ് ഇവർ. അപ്പോൾ അലക്സാണ്ടർ ശശിൻ തുടങ്ങുന്നത് പോൺ D4 വെച്ചിട്ടാണ്. നൈറ്റ് F6, C4, E6. അപ്പോൾ ഇത് ഇന്ത്യൻ ഗെയിമാണ്. നൈറ്റ് C3, ബിഷപ്പ് B4. അപ്പോൾ ഇത് നിംസോ ഇന്ത്യൻ ഡിഫൻസിലേക്ക് മാറിയിരിക്കുന്നു. E3 കളിക്കുന്നു, ക്യാസിൽ ചെയ്യുന്നു ബ്ലാക്ക്. ബിഷപ്പ് D3, C5 കളിച്ച് സെൻറ്ററിലേക്ക് സ്ട്രൈക്ക് ചെയ്യുന്നു. നൈറ്റ് F3, D5 കളിച്ച് വീണ്ടും സെൻറ്ററിലേക്ക് ആധിപത്യയോടെ ബ്ലാക്ക് സ്ഥാപിക്കുന്നു. വൈറ്റ് ക്യാസിൽ ചെയ്യുന്നു, നൈറ്റിനെയും കൂടെ പുറത്തെടുക്കുന്നു ബ്ലാക്ക്. A3 കളിച്ചാൽ ബിഷപ്പിനെ അറ്റാക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ബിഷപ്പ് തിരികെ പോകണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോർച്ച്നോയ് കളിക്കുമോ? കോർച്ച്നോയ് തിരിച്ച് വെട്ടിയിട്ട് ആ ബിഷപ്പിന് മാറുന്നതിന് പകരം തിരിച്ച് നൈറ്റിനെ അങ്ങ് അറ്റാക്ക് ചെയ്യാണ്. ഇവിടെ വൈറ്റ് കളിക്കുന്നത് പോൺ വെച്ച് തിരികെ എടുക്കുന്നു. ഇനി ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കണം, തിരികെ എടുക്കുന്നു. ഇനി എങ്ങനെയാണ് ഇവിടെ ബ്ലാക്ക് തൻ്റെ പൊസിഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്? ആദ്യം പോൺ വെച്ച് ഈ പോണിനെ വെട്ടുന്നു. ഇത് ഈ ഒരു നിംസോ ഇന്ത്യൻ ഡിഫൻസിലെ ഗ്ലിഗോറിക് വേരിയേഷനാണ് ഇങ്ങനെ ഒരു മൂവ്. ബിഷപ്പ് വെച്ച് എടുക്കും. അപ്പോൾ ഈ ബിഷപ്പിന് ഇപ്പോൾ കുറച്ച് പോയിന്റ്ലെസ് ആണ്. ഈ ബിഷപ്പ് ഇപ്പോൾ ഒന്നും തന്നെ ആക്റ്റീവായിട്ട് ഇവിടെ നിൽക്കുന്നില്ല. E6 പോണുള്ളിടത്തോളം കാലം ആ ബിഷപ്പിന് വലിയ റോളൊന്നുമില്ല. ക്യൂൻ A5 കൊണ്ടുവരുന്നു, C3 കൊട്ട്. ബിഷപ്പ് B2 കളിക്കുന്നു. E5 കളിച്ച് സെൻറ്റർ സ്ട്രോങ് ആക്കുകയാണ് ഇവിടെ ബ്ലാക്ക്. ഇപ്പോൾ ക്യൂനും നൈറ്റും കൂടെ ആ ഒരു പോണിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. റൂക്ക് വെച്ചിട്ട് ആ പോണിന് ഒരു അറ്റാക്ക് കൊടുക്കണം, വീണ്ടും ഒരു അറ്റാക്ക് കൊടുക്കണം. അപ്പോൾ ബിഷപ്പ് G4 കളിച്ച് ഈ നൈറ്റിനെ മൂവ്മെൻറ്റ് ഇവിടെ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. കാരണം നൈറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്യൂൻ വീഴും. H3 കളിച്ച് ഓടിക്കാൻ നോക്കുന്നു. ബിഷപ്പ് വെച്ച് നൈറ്റിനെ വെട്ടുന്നു, ക്യൂൻ വെച്ച് വെട്ടുന്നു. റൂക്കും കൂടെ വന്നിട്ട് ഇപ്പോൾ D4 ഇപ്പോൾ പണി. D4 മാക്സിമം അറ്റാക്ക് കൊണ്ടുവരാനാണ് നോക്കണത്. ഇവിടെ ജസ്റ്റ് ബിഷപ്പിനെ ഇവിടെ പുറകോട്ട് പോവുകയാണ് ഇത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു മൂവ് ഇവിടെ പോകാതിരുന്നത്? ഇങ്ങനത്തെ മൂവ് കളിച്ചാലും വേണമെങ്കിൽ കളി മുന്നോട്ട് പോകാൻ പാടില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രശ്നം ഇവിടെ നൈറ്റിൻ്റെ E5 വരും. ഒന്ന് ഈ ഒരു ബിഷപ്പിലേക്ക് അറ്റാക്കാണ്, പിന്നെ ക്യൂനിലേക്കും അറ്റാക്കാണ്. ഇവിടെ ബ്ലാക്ക് കുറച്ചുകൂടെ ബെറ്ററാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ശേഷം ജസ്റ്റ് ബിഷപ്പ് ഇവിടെ മാറിയിട്ട് ആ ലോങ് ഡയഗണൽ. ഇപ്പോൾ ആ ബിഷപ്പ് വളരെയധികം സ്ട്രോങ് ആണ്. ഈ രണ്ട് ബിഷപ്പുകളാണ് ഈ ഒരു ഗെയിമിൻ്റെ വിധി തന്നെ നിർണ്ണയിക്കുന്നത്. അത് ഗെയിം കാണുമ്പോൾ മനസ്സിലാവും. റൂക്കിന് ഡബിൾ അപ്പ് ചെയ്യാൻ D7 കളിക്കണം. വൈറ്റും അതേ രീതിയിൽ രണ്ട് റൂക്കുകൾ പുറകെ വന്നു. വൈറ്റും ഇതേ രീതിയിൽ കോപ്പി അടിക്കുകയാണ്. പോൺ വെച്ച് വെട്ടുന്നു, പോൺ വെച്ച് തിരികെ വെട്ടുന്നു. ക്യൂൻ B6 കളിച്ചിട്ട് ഇപ്പോൾ D4 മാക്സിമം പ്രഷറാണ്. നൈറ്റ്, ക്യൂന്, റൂക്ക് എല്ലാം കൂടെ ആ D4 പോണിലോട്ടാണ്. ക്യൂൻ C3 കളിച്ചിട്ട് ഒരു അഡീഷണൽ ത്രെട്ട്, ഒരു അഡീഷണൽ ഡിഫൻസും കൂടെ ആയിട്ട് ക്യൂന് C3 കളിക്കുന്നു. എന്തായാലും ഇത്രയും ഡിഫൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നൈറ്റ് വെച്ചെടുക്കുന്നു. അപ്പോഴാണ് ഇനിയാണ് സാക്രിഫൈസുള്ള മാലപ്പടക്കത്തിൻ്റെ തുടക്കം കുറയ്ക്കാൻ പോണത്. ആദ്യം റൂക്കിനെ ഇവിടേക്ക് കളിക്കുന്നു, E7 കളിക്കുന്നു. പീസുകളെല്ലാം ഡിസ്കണക്ട് ചെയ്യാനാണ് ഇവിടെ വൈറ്റ് കളിക്കുന്ന അലക്സാണ്ടർ ശശിൻ്റെ ശ്രമം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? റൂക്ക് വെച്ചെടുക്കണം. അപ്പോൾ ഇതെടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്തായിരുന്നു? നേരിട്ട് തന്നെ ഈ F7 റൂക്കും ബിഷപ്പും കൂടെ ഉണ്ടല്ലോ, അപ്പോൾ നല്ല പവർഫുൾ അറ്റാക്കാണ്. അതുകൊണ്ട് ഇപ്പോൾ എടുക്കുന്നു. വീണ്ടും ഈ ഒരു F7 ത്രെട്ട്. പക്ഷെ ബ്ലാക്ക് ഇവിടെ ക്രിയേറ്റീവായിട്ടുള്ളൊരു മൂവ് കളിക്കുകയാണ്. നൈറ്റ് F5 കളിക്കുകയാണ്. ഈ പൊസിഷനിൽ ഏറ്റവും ബെസ്റ്റ് മൂവാണ് ഇവിടെ കളിക്കുന്നത്. വേണമെങ്കിൽ നൈറ്റ് E6 കളിക്കാം, പക്ഷേ ഇവിടെ നൈറ്റ് F5 വളരെ ക്രിയേറ്റീവാണ്. ഒന്ന് റൂക്കിലേക്ക് അറ്റാക്ക് ചെയ്യുകയാണ്. പക്ഷെ ഇങ്ങനെ ഒരു മൂവ് ഇവിടെ വൈറ്റിനെ കൊണ്ട് അലോ ചെയ്യുകയാണ്. ഇങ്ങനെ എടുത്തു. അപ്പോൾ ഇത് പ്രശ്നമല്ലേ? പക്ഷെ ഒരു പ്രശ്നമില്ല. കാരണം ഇങ്ങനെ വന്നതോടെ ആ റൂക്കിനെ അവിടെ നിന്ന് ആ ഒരു സ്ഥലത്ത് നിന്ന് മാറ്റിയതോടെ ഈ ബ്ലാക്ക് റൂക്കിന് താഴേക്ക് വരാൻ പറ്റി. കിങ് മാറിക്കഴിയുമ്പോൾ ക്യൂൻ വെച്ചൊരു ചെക്ക്, G3 വെച്ച് മറിച്ച് കളയും. അപ്പോൾ കോർച്ച്നോയ് തൻ്റെ പരിപാടികൾ തുടങ്ങി. വളരെ അറ്റാക്കിംഗ് ആയിട്ടുള്ള പ്ലെയറാണ് ഇവിടെ കോർച്ച്നോയ് നൈറ്റ് G4 ആദ്യത്തെ ഒരു സാക്രിഫൈസ് തുടങ്ങി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? വൈറ്റ് കിങ്ങിനെ മാറ്റുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് നൈറ്റിനെ എടുക്കുന്നില്ല? നൈറ്റിനെ എടുത്താൽ ക്യൂൻ വെച്ചൊരു ചെക്ക് വരും, മാറിക്കഴിയുമ്പോൾ ഇത് നേരെ ചെക്ക്മേറ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നേരിട്ട് ആ നൈറ്റിനെ എടുക്കുന്നില്ല. കിങ് G2 പോകുന്നു. കിടക്കണു അടുത്ത നൈറ്റ്. രണ്ട് നൈറ്റുകൾ, കോർച്ച്നോയുടെ നൈറ്റുകൾ രണ്ടും വളരെയധികം സ്ട്രോങ് ആണ്. ഇവിടെ പോൺ വെച്ച് എന്തായാലും നൈറ്റിനെ എടുക്കുന്നു. ക്യൂൻ H2 ചെക്ക്. അപ്പോൾ ഈ പൊസിഷൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ പേടിയാവും. കാരണം ഇവിടെ വൈറ്റിൻ്റെ കിങ്ങിനെതിരെ എന്തോരം പീസുകളാണ്. വൈറ്റ് എങ്ങനെ പിടിച്ചേക്കുമെന്ന് നോക്കാം. കിങ് മാറുന്നു,
ക്യൂൻ വെച്ചും കൂടെ അടുത്ത ഇതെടുക്കുന്നു. അപ്പോൾ കിങ്ങിന് വേണമെങ്കിൽ ഈ ഒരു നൈറ്റിനെയൊക്കെ എടുക്കാൻ പോവാം, പക്ഷെ അതൊക്കെ ഡേഞ്ചറസ് ആണ്. കിങ് ഇവിടേക്കാണ് പോകുന്നത്. എന്തുകൊണ്ട് നൈറ്റിനെ എടുക്കുന്നില്ല? നൈറ്റിനെ എടുത്തു കഴിഞ്ഞാൽ ആദ്യം റൂക്ക് വെച്ചൊരു ചെക്ക് വരും. കിങ് മാറിക്കഴിയുമ്പോൾ G6 ചെക്ക്, കിങ് മാറി വീണ്ടും ഇതൊരു ചെക്ക് മേറ്റിലോട്ട് പോകും. അപ്പോൾ ഈ ലൈൻസ് എല്ലാം ഉള്ള കോംപ്ലിക്കേഷൻ ഉള്ളതുകൊണ്ടാണ് ആ നൈറ്റിനെ എടുക്കാതെ കിങ് സെൻറ്ററിലോട്ട് കളിക്കണം. വളരെയധികം ഡേഞ്ചറസ് ആണ്. കിങ് സെൻറ്റർ വരെ എത്തി. ഇപ്പം ഈ റൂക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു പവർഫുൾ അറ്റാക്ക് ഈ ബിഷപ്പുകൾക്കും ഈ ക്യൂനും ഇത് വെച്ചിട്ട് ഇങ്ങനെ ചെക്ക് മേറ്റിംഗ് ത്രെട്ടുകൾ ഇവിടെ വൈറ്റിനും ഉണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ചെക്കുകൾ കൊടുത്ത് നിന്നില്ലെങ്കിൽ ഇവിടെ വൈറ്റ് ജയിക്കുന്നതുമാണ്. ക്യൂൻ വെച്ച് ചെക്ക്, മാക്സിമം ചെക്കുകൾ കൊടുക്കാനാണ് നോക്കണത്. കിങ് മാറുന്നു, റൂക്കും വെച്ചിട്ട് ചെക്ക്. അപ്പം ഏതൊക്കെ രീതിയിൽ വെട്ടിയെടുക്കാം, പക്ഷേ ഇതിൽ ഏതെങ്കിലും ബ്ലാക്കിന് വീഴുന്നെന്ന് നോക്കാം. കിങ് വീണ്ടും മുന്നോട്ട് കയറുന്നു. അപ്പോൾ കിങ് ഇവിടെ ഓടി ചാടി ചാടി ഇവിടേക്ക് വരെ എത്തി. എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്? H6 ചെക്ക്. അപ്പോൾ ചെക്കുകളിൽ കൂടെയാണ് ബ്ലാക്കിന് ഈ ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇങ്ങനെ പൊസിഷൻ കളിക്കാൻ. കിങ് G6 വരെ എത്തി. അപ്പോൾ ഇനി എന്ത് ചെക്കാണ് നൽകുക? ഇതാണ് ആകെയുള്ള ഒരു വഴി. ഇപ്പോൾ വേറെയുള്ള ചെക്കുകളൊന്നും അത്ര നല്ല ഇതല്ല. ഇപ്പോൾ ക്യൂവിന് E4 ചെക്ക് കളിച്ചു കഴിഞ്ഞാൽ റൂക്ക് F5 തിരിച്ച് കളിച്ചിട്ട് ഈ ബിഷപ്പ് വെച്ചിട്ട് ചെക്കൊക്കെ ഓണാക്കാവുന്നതാണ്. അപ്പം അതുകൊണ്ടാണ് അതിന് പകരം ഇവിടെ നൈറ്റ് വെച്ചിട്ടൊരു ചെക്ക് കൊടുക്കണം. ഓക്കെ, ഈ നൈറ്റിനെ ഇവിടെ കൊടുക്കുവാണ്, പക്ഷേ ഈ അറ്റാക്ക് തടുക്കാൻ വേറെ ഒരു നിവൃത്തി ഇല്ല ഇവിടെ. ഈ ഒരു നൈറ്റിനെ ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഈ റൂക്ക് ജസ്റ്റ് മാറുകയും ചെയ്യും, ഡിസ്കവേർഡ് ചെക്കുകൾ ഒരുപാട് വരികയും ചെയ്യും. അപ്പോൾ ക്യൂൻ വെച്ച് ആ നൈറ്റിനെ അങ്ങ് എടുക്കുന്നു. പിന്നെ വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഇപ്പോൾ റൂക്ക് വെച്ചൊരു ചെക്കും കൂടെ കൊടുക്കാം. ഇനി ഇവിടെയാണ് ഗെയിമിലെ ഏറ്റവും മനോഹരമായ നിമിഷം. ക്യൂൻ G5 എന്ന് പറഞ്ഞ കിടിലം മൂവ്. ഈ ഒരു മൂവ് നിങ്ങൾ നോക്കുക. ഇവിടെ ഈ റൂക്ക് എന്തായാലും ഇവിടെ ബ്ലാക്കിന് വേറെ ഒന്നും തന്നെ ചെയ്യാനില്ല. ഈ റൂക്ക് ഇവിടെ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബിഷപ്പ് ഈ ഒരു ചെസ് ബോർഡ് മുഴുവനായിട്ട് ഭരിക്കും. അത് മാത്രമല്ല ഈ ഒരു ബിഷപ്പും ക്യൂനും കൂടെ ചെക്ക് മേറ്റുകൾ ഇവിടെ ത്രട്ടൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചെക്കുകളിൽ തന്നെ മുന്നോട്ട് പോകണം. അപ്പോഴാണ് അലക്സാണ്ടർ ശശിൻ്റെ കിടിലൻ മൂവ് ക്യൂൻ G5. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യാൻ പറ്റുക? ക്യൂൻ വെച്ച് ബിഷപ്പിനെയാണ് എടുക്കുന്നത്. എന്തുകൊണ്ട് ഈ ഒരു ക്യൂവിനെ എടുത്തില്ല? ക്യൂവിനെ എടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യം റൂക്ക് F5 ചെക്ക് വരും. അപ്പോൾ ഈ ചെക്കിനെതിരെ ഇപ്പം എന്താ കളിക്കാൻ പറ്റുക? കിങ് ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ മൂല ചെക്ക്മേറ്റ് ഉണ്ട്. രണ്ട് രീതി ചെക്ക്മേറ്റ് ചെയ്യാം. ഇതാണ് മോസ്റ്റ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള മൂവ്. അപ്പോൾ ഇത് ചെയ്യാവുന്നതാണ് ക്യൂൻ G5 ശേഷം. അപ്പോൾ ഇവിടെ പോൺ വെച്ച് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് തന്നെ സംഭവിക്കും. ഇത് മാറും. ഇനി ഈ ചെക്ക് മുടക്കാൻ ഇത് മാത്രമേ ആകെ വഴിയുള്ളൂ. പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ബിഷപ്പ് വെച്ച് വെട്ടും. നേരത്തെ കണ്ട പോലത്തെ ആ ലൈനിലേക്ക് തന്നെ ചെക്ക്മേറ്റ് സംഭവിക്കും. അപ്പോൾ പോൺ വെച്ച് എടുത്താൽ അങ്ങനെ, റൂക്ക് വെച്ച് വെട്ടി ചെക്ക് കൊടുത്താലോ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. H/G5. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു കാൽക്കുലേഷനാണ് ഇവിടെ അലക്സാണ്ടർ ശശിൻ ചെയ്യുന്നത്. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാലും എന്തൊക്കെ കളിച്ചാലും എനിക്കിവിടെ ജയിക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ആണ്. ഓക്കെ, ഇനി ബിഷപ്പിനെ എടുക്കാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കുറേ ഒരു വിൻമിൽ ടെക്നിക്ക് ഉണ്ട്. ബിഷപ്പിനെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് റൂക്ക് ഇൻറ്റു B7 ചെക്ക്. എന്ത് വെച്ചാണ് ചെക്ക്? ബിഷപ്പ് വെച്ചാണ് ചെക്ക്. എന്താണ് ചെയ്യണത്? അപ്പോൾ ഈ പൊസിഷനിൽ എന്താണ് ഇവിടെ ആകെ ചെയ്യാൻ പറ്റുക? ബിഷപ്പ് വെച്ചുള്ള ചെക്കുള്ളപ്പോൾ ഇനി എന്താ ചെയ്യണേ? ഇതിനെ അങ്ങ് വെട്ടിയെടുത്താൽ പോരെ? ബിഷപ്പല്ലേ പ്രശ്നക്കാരൻ. പക്ഷേ ഇത് അതിനേക്കാളും കിടിലുമാണ്. റൂക്ക് B8 ചെക്ക്മേറ്റ് ആണ്. അപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ലൈൻസ് ആണ്. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാൻ പോലും പറ്റാത്തതായിട്ടുള്ള അത്രയും ക്രിയേറ്റിവിറ്റിയാണ് അലക്സാണ്ടർ ശശിൻ ഇവിടെ കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു മൂവിന് ശേഷം പോണും വെച്ചും റൂക്കും വെച്ചെടുക്കാത്തത്. അതുവരെ ക്യൂൻ വെച്ചിട്ടാണ് ബിഷപ്പിനെ എടുക്കുന്നത്. ഇനിയാണ് ഈ ഗെയിം ഫിനിഷിങ്ങിലോട്ട് പോകുന്നത്. റൂക്ക് ടേക്സ് G7 ചെക്ക്. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ ഇവിടെ ബ്ലാക്ക് പ്ലെയർ റിസൈൻ ചെയ്യുകയാണ്. നിങ്ങൾ ആലോചിക്കും, ഓക്കെ ഇതെന്താണ് ക്യൂൻ വെച്ച് എടുത്തുകൂടെ ആ ചെക്ക് തടയാൻ? പക്ഷെ പ്രശ്നം ഇതൊരു ഡബിൾ ചെക്കാണ്. റൂക്കും വെച്ച് ചെക്കാണ്, ബിഷപ്പും വെച്ച് ചെക്കാണ്. അപ്പോൾ ഇവിടെ രണ്ട് വഴികളുള്ളൂ. ഒന്നുകിൽ കിങ്ങിന് ഇവിടേക്ക് പോവാം, അല്ലെങ്കിൽ ഇവിടേക്ക് പോവാം. രണ്ടും ലൂസിങ് ആണ്. കിങ് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് മെയ്റ്റ്? ഇത് മെയ്റ്റാണ്. ഇനി കിങ് ഇവിടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാലോ ഇവിടെയും ഇത് മെയ്റ്റാണ്. കാരണം എന്താണ്? ക്യൂൻ ഈ സ്ക്വയർ കൺട്രോൾ ചെയ്യണം. ഒന്ന് ആലോചിച്ച് നോക്കുക, ഈ ഒരു പൊസിഷനിൽ ക്യൂൻ G5 എന്ന് പറഞ്ഞ മൂവ് കാണണമെങ്കിൽ എത്രത്തോളം ക്രിയേറ്റീവാണ് അലക്സാണ്ടർ A ശശിൻ എന്ന് പറഞ്ഞ പ്ലെയർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഈ ഗെയിമിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് ഗെയിംസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോയിൽ കാണാം.